Hello, dears. Here comes our last part of Module 4 from Engineering Mechanics, that is, Part 6. It's a small and simple topic. We only need the concept, and in this video we are only concentrating that much. അതായത് എക്സാമിന് അഥവാ ഈ ടോപ്പിക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മാർക്കിന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. മൊഡ്യൂൾ 4 അവസാനത്തെ ടോപ്പിക്കാണ്. സിലബസിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൈനറ്റിക്സ്, ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് കർവിലീനിയർ മോഷൻ ആൻഡ് മൊമെൻ്റ് ഓഫ് മൊമെൻറ്റം ആൻഡ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. മൊമെൻ്റ് ഓഫ് മൊമെൻറ്റം ആൻഡ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ നമ്മൾ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷനിലെ ഇമ്പൾസ് മൊമെൻറ്റം ഇക്വേഷൻ ആൻഡ് വർക്ക് എനർജി ഇക്വേഷനിൽ പഠിച്ച അതേ കൺസെപ്റ്റിൽ തന്നെ റൊട്ടേഷൻ ആകുമ്പോൾ എങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ചെറുതായിട്ട് ഈ രണ്ട് ഇപ്പോൾ കൈനറ്റിക്സ്, കർവിലീനിയർ മോഷനിലെ കൈനറ്റിക്സിൻ്റെ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിലും വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആണെങ്കിലും വളരെ കുറച്ച് 5 മാർക്കിന് എഴുതാനുള്ളൊരു പോയിൻ്റ് സഹിതമാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻ കേസ് ഇതിലൊരു പ്രോബ്ലം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് കാണിക്കാൻ സിമ്പിളായിട്ടുള്ളൊരു 2 പ്രോബ്ലംസും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടു 2 സെഷനാണ് കൈനറ്റിക്സ് ഓഫ്. അപ്പോൾ ഇതിലെ ഈ ലാസ്റ്റ് കൈനറ്റിക്സ് ഓഫ് കർവിലീനിയർ മോഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിലെ സിലബസിൽ കണ്ടു 2 ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൈനറ്റിക്സ്, ഇക്വേഷൻ ഓഫ് കർവിലീനിയർ മോഷൻ. കൈനറ്റിക്സിലുള്ള കർവിലീനിയറിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ എഴുതാമെന്നാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. കൈനറ്റിക്സ് ഓഫ് പാർട്ടിക്കിൾ ഇൻ കർവിലീനിയർ മോഷനിൽ നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ്റെ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഫുൾ പറയുന്നത്. കർവ് തന്നെയാണ്, കർവിലുള്ള ഒരു എക്സാമ്പിൾ ആണല്ലോ റൊട്ടേഷൻ. ആ റൊട്ടേഷൻ്റെ ബേസിലാണ് ഇക്വേഷൻസ് ഫുള്ളും നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് കൈനറ്റിക്സ്? We all know dynamics has 2 branches, kinetics and kinematics. Where kinematics, the forces responsible for the motion is not considering. But in kinetics, we are considering the force causing the motion. അപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സിനെ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഫോഴ്സ് കൺസിഡർ ചെയ്യും. റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷനിൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ടിരുന്നു, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ടൊരു ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ കണ്ടിരുന്നു. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷനെ എഫ് മൈനസ് എം എ ഈക്വൽ ടു 0 എന്ന് എഴുതുന്ന കൺസെപ്റ്റിനെയാണ് ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. സെയിം ഡി-എലംബേർട്സ് പ്രിൻസിപ്പിളും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കർവിലീനിയറിലുള്ള കൈനറ്റിക്സിൻ്റെ ഇക്വേഷൻസും നമ്മൾ പറയുന്നത്. First of all, when a particle moves along a circular path at a constant velocity. കർവിലീനിയർ ട്രാൻസ്ലേഷനിൽ നമ്മൾ എടുക്കുന്ന എക്സാമ്പിളാണ് സർക്കുലാർ പാത്തിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നൊരു ബോഡി. ഇതിന് നോ ടാങ്ജൻഷ്യൽ ആക്സിലറേഷൻ. നമുക്കറിയാം, ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ടാങ്ജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാവും, നോർമൽ ആക്സിലറേഷൻ ഉണ്ടാവും. ഇതിൽ ടാങ്ജൻ്റൽ ആക്സിലറേഷനെ നമ്മൾ AT എന്ന് റെപ്രസെൻ്റ് ചെയ്യും, നോർമൽ ആക്സിലറേഷനെ AN എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓൾവേസ് വെൻ ഇറ്റ് ഈസ് മൂവ് ഇൻ എ സർക്കുലാർ പാത്ത്, ഇങ്ങനെയുള്ള കർവല്ല, സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ AT എന്ന് പറയുന്നത്, അതായത് ടാങ്ജൻഷ്യൽ ആക്സിലറേഷൻ്റെ വാല്യൂ ഓൾവേസ് 0 ആയിരിക്കും. ആൻഡ് ഓൾസോ ദർ ഈസ് എ നോർമൽ ആക്സിലറേഷൻ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് AT ഉണ്ടാവും, AT 0 ആയിരിക്കും. നോർമൽ ആക്സിലറേഷൻ ഉണ്ടാവും. ടാങ്ജൻറ്റിന് പെർപെൻഡിക്കുലറായിട്ട് വരക്കുന്നതിനാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ഈ നോർമൽ ആക്സിലറേഷൻ്റെ വാല്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദർ ഈസ് എ നോർമൽ ആക്സിലറേഷൻ ടുവാർഡ്സ് ദ സെൻറ്റർ. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടുവാർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. ശ്രദ്ധിക്കുക, കർവിലീനിയർ മോഷനിലെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് സർക്കുലാർ പാത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കർവ് പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്.
സർക്കുലാർ മോഷനിലുള്ള, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടാങ്ജൻഷ്യൽ ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. നോർമൽ ആക്സിലറേഷന് ഒരു വാല്യൂ ഉണ്ടാവും. ഈ നോർമൽ ആക്സിലറേഷൻ ഓൾവേസ് ആക്ട് ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ ആക്സിലറേഷനെയാണ് നമ്മൾ പറയുന്നത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ ഈസ് നോൺ ആസ് centripetal acceleration, that is normal acceleration along a circular path at a constant velocity is known as centripetal acceleration. It is also known as center seeking acceleration. അതായത് സെൻറ്ററിലേക്കാണ് ഇതിൻ്റെ ഡയറക്ഷൻ, അതുകൊണ്ട് സെൻറ്റർ സീക്കിംഗ് ആക്സിലറേഷൻ. ഈ നോർമൽ വെലോസിറ്റി നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ആക്സിലറേഷൻ ഉണ്ടാവും. ടാങ്ജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാവും, നോർമൽ ആക്സിലറേഷൻ ഉണ്ടാവും. ടാങ്ജൻഷ്യൽ ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആണ്. നോർമൽ ആക്സിലറേഷൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഈ നോട്ട് ഈക്വൽ ടു 0ൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് v²/r. നോർമൽ ആക്സിലറേഷന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് v²/r, വേർ v ഈസ് ദ ലീനിയർ വെലോസിറ്റി and small letter r is the radius of rotation. നോർമൽ ആക്സിലറേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് an is equal to v²/r. v ലീനിയർ വെലോസിറ്റി ആൻഡ് r is the radius of reaction. ഇനി ഈ ഒരു കൺസെപ്റ്റിൽ നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇങ്ങനെ റൗണ്ടിൽ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നൊരു ബോഡിയിൽ ഒരു പോയിൻറ്റിന് ഒരു ആക്സിലറേഷൻ ഉണ്ട് ടുവാർഡ്സ് ദ സെൻറ്ററിലേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു ഫോഴ്സ് ഉണ്ടാവും. ഡിയലംബർട്ട്സ് പ്രിൻസിപ്പിളിലെ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷനിൽ നമ്മൾ ലിഫ്റ്റിൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ ഓർക്കുക, ലിഫ്റ്റ് അപ്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ താഴേക്ക് നമ്മളൊരു ഫോഴ്സ്, ഇനേർഷ്യ ഫോഴ്സ് മാർക്ക് ചെയ്തിരുന്നു MA എന്ന് പറഞ്ഞിട്ട്. ലിഫ്റ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ MA എന്ന് പറഞ്ഞിട്ടൊരു ഇനേർഷ്യ ഫോഴ്സ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷനിൽ അപ്വേർഡേക്ക് MA മാർക്ക് ചെയ്തിരുന്നു. ഇതേപോലെ ഈ സെയിം ഡിയലംബർട്ട്സ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. മൂവ് ചെയ്യുന്നത് സർക്കുലാർ പാത്തിലാണ് അല്ലെങ്കിൽ കർവ്ഡ് പാത്തിലാണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ F is equal to m ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ദാറ്റ് ഈസ് m ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോർമൽ ആക്സിലറേഷൻ ആണ്. നോർമൽ ആക്സിലറേഷൻ്റെ വാല്യൂ v²/r ആണ്, നമുക്ക് ഗിവൺ ആണ്. ദാറ്റ് ഈസ് സെൻറ്ററിലേക്കുള്ള ഫോഴ്സ്, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ് an, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് Fc. ദാറ്റ് ഈസ് Fc is equal to mv²/r. ഇതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ അപ്ലൈയിങ് ന്യൂട്ടൺസ് ലോ. F is equal to ma എന്നാണ്. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, m ഇൻറ്റു v²/r. ക്ലിയർ അല്ലേ? വേർ m ഈസ് ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. m എന്ന് പറയുന്നത് മാസ് ഓഫ് പാർട്ടിക്കിൾ, വി ഓൾറെഡി ന്യൂ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇക്വേഷൻ കണ്ടു, F is equal to m ഇൻറ്റു v²/r ആണ്. ഇവിടെ ഈ v എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പക്ഷേ നമ്മളിവിടെ എക്സാമ്പിളൊക്കെ എടുക്കുന്നതെല്ലാം എന്താ, സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നൊരു ബോഡീനെ കുറിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ സ്റ്റഡീസ് നടത്തുന്നതല്ല. അപ്പോൾ ലീനിയർ വെലോസിറ്റിനേക്കാളും ആപ്റ്റ് നമുക്ക് ആംഗുലാർ വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ലീനിയർ വെലോസിറ്റിക്ക് പകരം നമ്മൾ ആംഗുലാർ വെലോസിറ്റിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ആംഗുലാർ വെലോസിറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒമേഗ എന്നുള്ള ടേമിലാണ്. ആംഗുലാർ വെലോസിറ്റിയും ഒമേഗയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്തായിരുന്നു? v is equal to r ഇൻറ്റു ഒമേഗ. ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു r ഒമേഗ എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കറിയാം. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഈ F is equal to mv²/r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്ത് വന്നു? Fc is equal to mv²/r വിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, ω/r² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Fc is equal to m ഇൻറ്റു വിക്ക് പകരം r ഇൻറ്റു ω²/r. ഇതിലൊരാറും കട്ട് ചെയ്തു, ബാക്കി എന്തുണ്ടാവും? m ഇൻറ്റു r ഇൻറ്റു ω². സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് ആംഗുലാർ വെലോസിറ്റിയിൽ
നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് എം ഇൻറ്റു ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ നമുക്ക് കൈനറ്റിക്സ് ഓഫ് കർവിലീനിയർ മോഷനിലുള്ള ഇക്വേഷൻസ് പഠിക്കാൻ. 2 ഇക്വേഷനാണുള്ളത്. ഒന്ന് ഇൻ ടേംസ് ഓഫ് വിൻ്റെ ടേമിൽ എഫ് സി ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. രണ്ടാമത്തെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഒമേഗയിലെ എം ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുക. പ്രോബ്ലംസ് ഒന്നും ഈ ഇക്വേഷൻ ബേസ് ചെയ്തില്ലെങ്കിലും തിയറിയൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയും നമ്മൾ എഴുതാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഇനി ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവാൻ ചെറിയ 2 പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, എ ഗേൾ swings a bucket of water in a vertical plane. If the circle of a radius is 0.75 meter, what is the smallest velocity that the bucket should have at the top of the circle without spilling the water? ശ്രദ്ധിക്കുക, ഒരു പെൺകുട്ടി ബക്കറ്റിനെ പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് 0.75 മീറ്റർ ആണ്. കണ്ടുപിടിക്കാൻ ചോദിച്ചത് എന്താ? വെലോസിറ്റിയാണ്. എപ്പോഴുള്ള വെലോസിറ്റി? വെൻ ദ ബക്കറ്റ് ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സർക്കിൾ വിത്തൗട്ട് സ്പില്ലിങ് ദ വാട്ടർ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫിഗർ വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ സർക്കിള്. ഈ സർക്കിളിൽ എന്തുണ്ടാവും? ഈ സർക്കിളിൽ ആ പെൺകുട്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ബക്കറ്റ് ടോപ്പിലെത്തി. ഇതാണ് നമ്മളുടെ ബക്കറ്റ്. ഈ ബക്കറ്റ് ടോപ്പിലെത്തുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ബക്കറ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഈ ബക്കറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തായിരിക്കും നോക്കുക. ദർ ഈസ് ഓൾവേസ് എ വെയ്റ്റ് ആക്ടിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ. വി ഓൾറെഡി ന്യൂ. ഓക്കെ, ഈ ബക്കറ്റിൻ്റെ വെയ്റ്റ് ഉണ്ടാവും വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്. വെയ്റ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാസ് ഇൻറ്റു ജി ആണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി, വെയ്റ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്. ആക്സിലറേഷനും നമുക്കറിയാം, റൗണ്ടിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ ടുവാർഡ്സ് ദ സെൻറ്ററാണ്. അതായത് നമ്മളെ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണ് എ എന്ന് പറയുന്നത് ഉണ്ടാവുക. അപ്പോൾ ആക്സിലറേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്തുണ്ടാവുക? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവുക. ആക്സിലറേഷൻ ടുവാർഡ്സ് ദ സെൻറ്റർ ആണെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് എവേ ഫ്രം ദ സെൻറ്റർ ആയിരിക്കും. സെൻട്രിപിറ്റൽ ഫോഴ്സിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? എഫ് സി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. അത് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. കാരണം എന്താ? ഇതിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷൻ ആവാനുള്ള റീസൺ എന്ത്? ഇത് അപ്വേർഡ് ഡയറക്ഷൻ ആവാനുള്ള റീസൺ എന്താ? നമ്മളുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ടുവാർഡ്സ് ദ സെൻറ്ററാണ്. ആക്സിലറേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് എന്തുണ്ടാവുക? ഇനേർഷ്യ ഫോഴ്സ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടാവുക. ഈ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ, അപ്വേർഡ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. ഡൈനാമിക് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തു. ദാറ്റ് ഈസ് താഴേക്കുള്ള ഫോഴ്സ്, ബക്കറ്റിൽ നിന്ന് താഴേക്കുള്ള ഫോഴ്സ് വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് എം ജി ഉണ്ട്. അപ്വേർഡ് ഡയറക്ഷനിൽ എന്തുണ്ടായിരുന്നു? എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് എം ജി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. എമ്മും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? ജി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഈ വി സ്ക്വയറിനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ആറിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ജി ഇൻറ്റു ആർ എന്ന് വന്നു. ഓക്കെ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ആർ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ. ജീൻ്റെ വാല്യൂ 9.81 ആണ്. ആറിൻ്റെ വാല്യൂ 0.75 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് വി സ്ക്വയറിൻ്റെ വാല്യൂ ആണിത്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ വാല്യൂ. ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ 2.712 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം. Second problem, a cyclist riding on a level road has to turn a corner of radius 50 meter. Find the maximum speed with which he can travel the curve without the fear of skidding. Assume the coefficient of friction is 0.15.
ഒരു സൈക്കിളിൽ ഒരാൾ ഒരു കർവ് കൂടെ പാസ് ചെയ്യാണ്. കർവിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 50 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് മാക്സിമം സ്പീഡ് വിത്ത് വിച്ച് ഹി ക്യാൻ ട്രാവൽ. അതിലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.15 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആ ഫിഗർ ഒന്ന് വരക്കാം. ശ്രദ്ധിക്കുക. സൈക്ലിസ്റ്റ് റൈഡിങ് ഓൺ എ ലെവൽ റോഡ് ഹാസ് ടു ടേൺ എ കോർണർ ഓഫ് റേഡിയസ്. അപ്പം അതിനനുസരിച്ച് നമ്മളൊരു ഫിഗർ വരച്ചു. ഇത് നമുക്ക് സൈക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതാ, സൈക്കിളിൻ്റെ ചക്രമാണെന്ന് വിചാരിക്കുക. ഒരു ലെവൽ സർഫസ് കൂടെയാണ് നമ്മൾ സൈക്കിൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സൈക്കിളിൻ്റെ ടയർ ലെവൽ സർഫസ് കൂടെയാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ സൈക്കിളിനെ ഈ ഒരു കർവിലൂടെയാണ്, ഓക്കെ, സൈക്കിളിന് ട്രാവൽ ചെയ്യേണ്ട കർവാണ് ഇത്. സൈക്കിൾ ഈ കർവ് കൂടെയാണ് ട്രാവൽ ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈക്കിളിൻ്റെ സ്പീഡ് എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈക്കിളിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ. സൈക്കിളിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വെയിറ്റ് മാർക്ക് ചെയ്യും. വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ മാസ് ഇൻറ്റു ജി. ഓക്കെ, പിന്നെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ സർക്കുലാർ മോഷൻ ആയതുകൊണ്ട് അവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൾവേസ് എവേ ഫ്രം ദ സെൻറ്റർ. ഇങ്ങനെയാണ് നമ്മൾ സർക്കിൾ മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഇവിടെയാണ്. ഈ സെൻറ്ററിനെ എവേ ഫ്രം ദ സെൻറ്റർ ആയിട്ടാണ് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് FC ഈസ് ഈക്വൽ ടു M ഇൻറ്റു V² ഡിവൈഡഡ് ബൈ R. ഓക്കെ, എവേ ഫ്രം ദ സെൻറ്റർ. ഇത് എവേ ഫ്രം ദ സെൻറ്റർ ആവാൻ കാരണം എന്താ? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് ടുവാർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇനി നമ്മളിവിടെ പിന്നത്തെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? വിത്ത് വിച്ച് ഹി ക്യാൻ കർവ് വിത്തൗട്ട് ഫിയർ ഓഫ് സ്കിഡിങ് അസ്യൂം ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു സർഫസ് ഈ സൈക്കിളാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈക്കിൾ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ സർഫസുകളും റിമൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് എന്താ? ഈ താഴെയുള്ള ബോട്ടത്തിലുള്ള സർഫസാണ്. അപ്പോൾ ഈ സർഫസ് റിമൂവ് ചെയ്യുമ്പോൾ ഈ സർഫസിൽ പെർപെൻഡിക്കുലറായിട്ട് ഒരു നോർമൽ റിയാക്ഷൻ വരും. താഴേക്ക് എംജിൻ്റെ ഒരു നോർമൽ റിയാക്ഷൻ വരും. നോർമൽ റിയാക്ഷൻ ടുവാർഡ്സ് ദ ബോഡിയിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ വന്നു. എൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആരോ മാർക്ക് ടുവാർഡ്സ് ദ ബോഡി ആയിരിക്കും N. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. നമ്മൾ സൈക്കിള് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷനിൽ നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.15. ദാറ്റ് ഈസ് മ്യൂ ഇൻറ്റു നോർമൽ. ഇത് റിയാക്ഷനാണ്, സോറി. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ഈ നോർമൽ റിയാക്ഷനെ നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ തന്നെ ആറിന്ന് റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ നമ്മൾ സൈക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മ്യൂ ഇൻറ്റു ആർ ആണ്. ഓക്കെ, ഇങ്ങനെ ടോട്ടൽ 1 2 3 4 4 ഫോഴ്സസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് രണ്ടും ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആണ്, ഇത് രണ്ടും വെർട്ടിക്കൽ ഫോഴ്സസ് ആണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഫോഴ്സസിനെ സമ്മപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് റിസോൾവിങ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? വെർട്ടിക്കൽ ഫോഴ്സസ് ഒന്ന് mg താഴേക്കുണ്ട്, അപ്വാർഡ് ഡയറക്ഷൻക്ക് നോർമൽ റിയാക്ഷൻ R ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? R is equal to നോർമൽ റിയാക്ഷൻ R is equal to mg. രണ്ടാമത്തേത് റിസോൾവിങ് ഹൊറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സാണ്, mv²/r ഉണ്ട്, μr ഉണ്ട്. ഒന്ന് റൈറ്റിലേക്കാണെങ്കിൽ ഒന്ന് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തെഴുതി? ഇക്വേഷൻ എന്തെഴുതാം? mv²/r മൈനസ് മ്യൂ ഇൻറ്റു ക്യാപിറ്റൽ R is equal to 0.
we can write mv square by r is equal to mu into r. This is first equation, this is second equation. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് ആർ ഇസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആറിനെ നമുക്ക് വേണമെങ്കിൽ എം ജി കൊണ്ട് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഇക്വേഷനിൽ ആറിനെ നമ്മൾ എം ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ഇക്വേഷൻ എന്തായി? എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആറിന് പകരം നമ്മൾ എന്തെഴുതി? എം ഇൻറ്റു ജീനെ. ഈ എമ്മും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ജി. വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ജി. വി സ്ക്വയറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു മ്യൂ ഇൻറ്റു ജി. റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 50 ഇൻറ്റു മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.15 ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.81 ആണ്. വി സ്ക്വയർ ആണ് ഇത് ഈ വാല്യൂ. അപ്പോൾ വി എന്ന് പറയുമ്പോൾ നമ്മൾ റൂട്ട് ഓഫ് ഈ വാല്യൂ ചെയ്യുക. 50 ഇൻറ്റു 0.15 ഇൻറ്റു 9.81 ചെയ്യുക. നമ്മളുടെ ആൻസർ ഇസ് ഈക്വൽ ടു 8.577 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടാണ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് ഡയറക്റ്റ് വാട്സപ്പിൽ ചോദിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ടോപ്പിക്ക്. ഇനി ഇതിലെ ലാസ്റ്റായിട്ടുള്ള സെക്കൻഡ് ടോപ്പിക്കാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആൻഡ് ഇമ്പൾസ് മൊമെൻറ്റം ഇക്വേഷൻ. വർക്ക് എനർജി പ്രിൻസിപ്പിളും ഇമ്പൾസ് മൊമെൻറ്റ് ഇക്വേഷനും ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷനിലെ ഇമ്പൾസ് മൊമെൻറ്റ് ഇക്വേഷനും വർക്ക് എനർജി പ്രിൻസിപ്പിളും പഠിച്ചിരുന്നു. അതിനെ കമ്പയർ ചെയ്തിട്ട് മാത്രമേ നമ്മളിവിടെ കർവിലീനിയർ മോഷനിലുള്ള വർക്ക് എനർജി പ്രിൻസിപ്പിളും ഇമ്പൾസ് മൊമെൻറ്റ് ഇക്വേഷനും പഠിക്കുന്നത്. ജസ്റ്റ് കമ്പയർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഒരു ചെറിയൊരു ടാബുലർ കോഡ് ഉണ്ട്, ഇത് നോക്കാം. ആസ് വി ഓൾ നോ, ഇപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾസ് ആണ്. പല ടൈപ്പിലുള്ള പ്രിൻസിപ്പിൾസ് ട്രാൻസ്ലേഷൻ ആകുമ്പോഴും റൊട്ടേഷൻ ആകുമ്പോഴും. റൊട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കർവിലീനിയർ മോഷനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷനിലും കർവിലീനിയർ മോഷനിലും എങ്ങനെ ചേഞ്ച് ആവുന്നത് ഈ പ്രിൻസിപ്പിൾ എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ തന്നെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ്. വി ഓൾറെഡി നോ in translation Newton's second law is termed as sigma f is equal to ma. Same Newton's second law in rotation or curvilinear motion we can write sigma f ന് പകരം നമ്മൾ ഇവിടെ എഴുതുന്നത് sigma m is equal to I into alpha. m എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം. ഓക്കെ, മൊമെൻറ്റ് ഇസ് ദ മൊമെൻറ്റ്. I എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ, നമുക്കറിയാത്ത ടേമാണ്. എം എന്ന് പറയുന്നത് മൊമെൻ്റാണ്. എം എന്ന് പറയുന്നത് മൊമെൻറ്റ്. എം മൊമെൻ്റാണ്. ഐ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലറേഷനാണ്. എ എന്ന് പറയുന്നത് ലീനിയർ ആക്സിലറേഷനാണ്. ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലറേഷൻ. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. വി ഓൾറെഡി ഡിസ്കസ്ഡ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ ട്രാൻസ്ലേഷൻ മോഷൻ. ദാറ്റ് ഈസ് ഇൻ ദ വർക്ക് എനർജി പ്രിൻസിപ്പിൾ വി ഓൾറെഡി നോ വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഈസ് ദ ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി. അതായത് നമ്മളുടെ ഇക്വേഷൻ വർക്ക് എന്ന് പറയുന്നത് എന്താ? വർക്ക് എനർജി പ്രിൻസിപ്പിളാണ്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് സിഗ്മ എഫ് ഇൻറ്റു എസ്. സിഗ്മ എഫ് ടോട്ടൽ ഫോഴ്സ്, എസ് എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അതായത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ എന്ന് വരും. സെയിം തന്നെ റൊട്ടേഷൻ അല്ലെങ്കിൽ കർവിലീനിയർ എത്തുമ്പോഴും ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജിയാണ്. സിഗ്മ എഫിന് പകരം ഇവിടെ സിഗ്മ എം എന്ന് യൂസ് ചെയ്തു. ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ യൂസ് ചെയ്തു. ഹാഫ് ഇൻറ്റു എം മാസിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്, ഇപ്പോൾ ഇവിടെ മുകളിലാണെങ്കിലും മാസിന് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്. സെയിം പോലെ ഹാഫ് ഇൻറ്റു എമ്മിന് പകരം ഇവിടെ നമ്മൾ ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ. ഒമേഗ എന്ന് പറയുന്നത് ഫൈനൽ ആംഗുലാർ വെലോസിറ്റി,
ഒമേഗ നോട്ട് എന്ന് പറഞ്ഞത് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി. അടുത്തത് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിളാണ്. ഇമ്പൾസ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ഡ്യൂറേഷനിലുള്ള ലാർജ് ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇമ്പൾസ് ആയിരിക്കും, ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും, ബട്ട് ലാർജ് ഫോഴ്സ്. അത് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻ്റ് ആണ് ഇൻ കേസ് ഓഫ് ട്രാൻസ്ലേഷൻ, ദാറ്റ് ഈസ് സിഗ്മ എഫ് ഇൻറ്റു ടി. സിഗ്മ എഫ് ലാർജ് ഫോഴ്സ് ആണ്, ടി എന്ന് പറയുന്നത് സ്മോൾ ടൈമാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു, ദാറ്റ് ഈസ് എം വി മൈനസ് എം യു. സെയിം പോലെ തന്നെ നമ്മുടെ റൊട്ടേഷനിലാവുമ്പോൾ ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആണ്, ദാറ്റ് ഈസ് സിഗ്മ എം ഇൻറ്റു ടി ഈക്വൽ ടു ഐ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ നോട്ട്. ഇതിൻ്റെ അതേപോലെ ട്രാൻസ്മിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ക്ലിയറായി മനസ്സിലാക്കുന്ന ഈ ഒരു ടാബുലർ കോളം പഠിക്കുക. 5 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഈ ടാബുലർ കോളം കംപ്ലീറ്റ് എഴുതുക. ഓക്കെ, വിത്ത് ദിസ് our 4th module is over. If you have any doubts, comment on the section below. Thank you so much. Okay, അപ്പോൾ 4th module കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4th module ആകെ ഉണ്ടായിരുന്നത് 4 ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ തന്നെ റെക്റ്റ് ലീനിയർ എന്ന് പറഞ്ഞുകൊണ്ട് 2 ടോപ്പിക്കും കർവ് ലീനിയർ എന്ന് പറഞ്ഞുകൊണ്ട് 2 ടോപ്പിക്കും, രണ്ടിൻ്റെയും കൈനറ്റിക്സ് എന്താ കൈനമാറ്റിക്സ് എന്താ എന്ന് മാത്രമാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. സിലബസിൽ റെക്റ്റ് ലീനിയറിലെ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ്, ഇക്വേഷൻ ഓഫ് മോഷൻ, കൈനറ്റിക്സിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ, ഡിയലംബേർട്സ് പ്രിൻസിപ്പിൾ, ഇതിലെ ഈ ഡിയലംബേർട്സ് പ്രിൻസിപ്പിളും അതിൻ്റെ പ്രോബ്ലംസും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള പോർഷനാണ് പഠിക്കുക. ബാക്കിയുള്ള ഈ ഇമ്പൾസ് മൊമെൻ്റ് ഇക്വേഷനും ഈ 2 കേസിലെ ഇമ്പൾസ് മൊമെൻ്റ് ഇക്വേഷന് നമുക്ക് സാധാരണ ചോദിക്കുന്നത് തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കണം. പ്രൊജക്റ്റൈൽ മോഷൻ്റെ പ്രോബ്ലംസും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ 2 പ്രോബ്ലംസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.